ഹലോ എവരി വൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു അറിവ് നിങ്ങൾ നേടണം. അതിന് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്നാണ് പറയുന്നത്. ഇത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ബുക്കാണ്. ഇതിനകത്ത് ചാപ്റ്റർ 5 സ്പെഷ്യലൈസ്ഡ് അറിവ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മലയാളമാണ്. ഇംഗ്ലീഷിലോ ഇതിൻ്റെ തർജ്ജമയുണ്ട്. മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഈ ബുക്ക് കാണുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് അറിവ് നേടിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു അറിവ് നിങ്ങൾക്കുണ്ടോ? ഇനി ഇല്ലെങ്കിൽ അതെങ്ങനെ നേടാം, അതിനുവേണ്ടി എങ്ങനെ ശ്രമിക്കാം, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ജനറൽ നോളജ് ഉണ്ട്, ഈ സ്പെഷ്യലൈസ്ഡ് അറിവുണ്ട്. ജനറൽ നോളജ് കൊണ്ട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടത്തില്ല. അതുകൊണ്ട് മറ്റു പല കാര്യങ്ങളും കാണും. ഹിമാലയത്തിൻ്റെ ഉയരം, അല്ലെ ആമസോൺ നദിയുടെ വീതി, ഇതെല്ലാം ജനറൽ നോളജാണ്. അല്ലെ ഇന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇന്ന ആള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ സ്പെഷ്യലൈസ്ഡ് നോളജ് നിങ്ങൾ സാമ്പത്തികമായി ഉയരത്തിലെത്തിക്കും. ഇനി നിങ്ങൾ ഏത് മേഖലയിൽ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് അറിവ് നേടണം, അത് നിങ്ങൾ കണ്ടെത്തണം. ആ ഒരു മേഖലയിൽ അറിവ് നേടുകയും അതിനുവേണ്ടി ഒരു ദിവസം 5-6 മണിക്കൂർ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. എന്നാലേ അത് മാസ്റ്റർ ആവുള്ളൂ, എന്നാലേ അത് സമ്പത്ത് നേടിത്തരത്തുള്ളൂ. ഇതൊക്കെയാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ട കാര്യങ്ങൾ. നമ്മൾ ബുക്ക് വായിച്ചതുകൊണ്ട് റിസൾട്ട് ഇല്ല. വായിക്കുകയും അതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണം ചെയ്യും. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ആ സ്പെഷ്യലൈസ്ഡ് അറിവ് നേടുക, അറിയുക, എന്താ വേണ്ടെന്ന് അറിയുക. അതിനകത്ത് നിങ്ങൾ ഇത്രയും മണിക്കൂർ ഒരു ദിവസം എഫേർട്ട് ഇടണം. അത്രയും മണിക്കൂർ ഇട്ട് വർഷങ്ങളോളം എഫേർട്ട് ഇട്ട് കഴിയുമ്പോഴാണ് അതിനകത്ത് മാസ്റ്റർ ആവും. അപ്പോൾ അതേപോലെ വേറൊരു വ്യക്തി പിന്നെ കാണണം നിർബന്ധമില്ല. പല കാര്യങ്ങൾ കൂടിയാണ് ഒരു വ്യക്തി രൂപീകരിക്കുന്നത്. അയാൾക്കുള്ള അറിവ്, അയാളുടെ ക്യാരക്ടർ എല്ലാം അതിനകത്ത് വരും. അപ്പം നിങ്ങളൊരു സ്പെഷ്യൽ വ്യക്തിയായി മാറും. അപ്പം നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് വരും. ഇപ്പം ഞാൻ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ദിവസം 5-6 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അതിൽ കൂടുതൽ സമയം ഞാൻ ഇതുമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പഠിക്കും? അത് ബുക്സ് ഉണ്ട്, അത് വായിക്കും. ഓൺലൈൻ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യും. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യും ഇതിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ ഒരു ദിവസം ഒരുപാട് മണിക്കൂറുകൾ ഞാൻ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരു അറിവ് നേടണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളാണ് പക്ഷെ ചൂസ് ചെയ്യേണ്ടത്. ഗുരു റെഡി ആയിട്ടിരിപ്പുണ്ട്. ശിഷ്യൻ ഒരുങ്ങിയാൽ ഗുരു പ്രത്യക്ഷമാകും. ശിഷ്യൻ ഒരുങ്ങണം. ഗുരുവിൻ്റെ ഷോർട്ടേജ് ഇവിടെ ഇല്ല. പക്ഷെ ശിഷ്യൻ ഒരുങ്ങുമ്പോൾ ഗുരു പ്രത്യക്ഷമാകും. നിങ്ങൾ ഒരുങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാകുക. ഗുരുവിനെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയേ വേണ്ട. ഗുരു പ്രത്യക്ഷമായിക്കോളും. ഗുരുവിനെ നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഗുരു നിങ്ങളെയല്ല തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഒരുങ്ങുക. നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിക്കുക. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്തെ ഒരു പോയിന്റ് മാത്രമാണ് ഇത് കേട്ടോ. മറ്റ് പല ചാപ്റ്ററുകളും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത് മറ്റുള്ള എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഇത് പോകുന്നത്. ഇപ്പോൾ പലരും പറയും തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പോസിറ്റീവ് ബുക്ക് വായിച്ചു, അവർക്ക് റിസൾട്ട് ഇല്ല.
അതിന്റെ കാരണം വെച്ചാൽ ബുക്കിന്റെ പ്രശ്നമല്ല, നമ്മളത് അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഏത് 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 സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അത് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കും. ഇത് വേറൊരാൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യമല്ല. വേറൊരാൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. കാര്യം അത് അങ്ങനെയല്ല. വേറൊരാൾക്ക് അത് ചിലപ്പം പൊതുവേ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാനേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന ഒരു കഴിവുണ്ടെന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് പറയാൻ തരാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ തന്നെ അത് തീരുമാനിക്കുകയും ഇത്രയും മണിക്കൂറുകൾ ഒരു ദിവസം വേണ്ടി സ്പെൻഡും ചെയ്യണ്ടേ. അപ്പൊ വേറെ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? നമുക്കങ്ങനെ തോന്നുമോ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരു മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര നാൾ പഠിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം വരെ പഠിക്കുക എന്നേ ഉള്ളൂ. കാര്യം പഠിക്കും തോറും നമുക്ക് ഒന്നും അറിയാൻ മേലെന്നുള്ളൊരു തോന്നലിലോട്ട് എത്തുകയും നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കണമെന്ന് തോന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോഴേ അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ, ഇനി ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ളത്. അപ്പം നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ, ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് നേടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സ്റ്റാർട്ട് ചെയ്യുക. ഉടനെ തന്നെ അത് സെർച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഉടനെ സെർച്ച് ചെയ്യുക. അത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കുക. അതിനകത്ത് നിങ്ങൾ അറിവ് നേടിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഈ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം, അതിനുവേണ്ടി പഠിക്കാനുള്ള, അത് നിങ്ങൾക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 90% മൈൻഡ് സെറ്റും 10% സ്കില്ലും എന്നാണ് പറയുന്നത്. ഇനി അത് 80-20 ആണെങ്കിൽ പോലും മൈൻഡ് സെറ്റ് തന്നെയാണ് മോളിൽ നിൽക്കുന്നത്. തിയറിയെക്കുറിച്ച് പറയുന്നേ ഇല്ല. അപ്പം സ്കില്ല് ആവശ്യമാണ്, അതൊരു കാര്യം. പിന്നെ മൈൻഡ് സെറ്റാണ്. അപ്പം ഈ മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഇതിൻ്റെയൊക്കെ എന്താണ് ബെനിഫിറ്റ്സ്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിഷ്വലൈസേഷൻ. അപ്പം ഇതാണ് ഞാൻ എൻ്റെ ഫോക്കസ്. അപ്പം ഇങ്ങനെ ഞാൻ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അതുപോലെ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇതിൻ്റെ ട്രെയിനേഴ്സ് ഉണ്ട്, ആരൊക്കെയാണ് ട്രെയിനേഴ്സ്, ലീഡിങ് ആയിട്ടുള്ള വേൾഡിലെ അവരുടെ ട്രെയിനിങ് എങ്ങനെയാണ്, അവരുടെ ഫീസ് എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ്, അവർ എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കും. കാര്യം എൻ്റെ സബ്ജക്റ്റാണിത്. അപ്പം എന്നിട്ട് അതിനകത്ത് ആരിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അവരുടെ വീഡിയോസ് കാണും, പിന്നെ അവരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരുടെ ബുക്സ് വായിക്കും. അങ്ങനെ ഞാനത് എൻ്റെ സബ്ജക്റ്റ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് എപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും, പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നല്ലൊരു ശിഷ്യന് മാത്രമേ നല്ല ഗുരു ആവാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റ് കണ്ടെത്തിയ ശേഷം അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ നോളജ് അക്യൂർ ചെയ്യാം, ആർക്കൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാവുന്നത്, അതിനകത്ത് എവിടെല്ലാം ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു. അപ്പം നിങ്ങളൊരു ബിസിനസ് ചെയ്യുവാണ്. അപ്പം നിങ്ങളത് കുറച്ച് പ്രോഡക്റ്റ് മേടിച്ച് വെച്ചു, അല്ലെങ്കിൽ ഒരു സർവീസാണ്, അത് നിങ്ങൾ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് നിങ്ങൾ പഠിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടായിരിക്കണം. അപ്പം അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്, ആരാണ് നിങ്ങളുടെ കൺസൾട്ടൻ്റ് എന്നുള്ളത്, മെൻറ്റർ ആരാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കണം. അപ്പോൾ അവർക്ക് പലതരം ട്രെയിനിങ്സ് കാണും, നേരിട്ടുള്ളത് കാണും, അല്ലെങ്കിൽ ഓൺലൈൻ വഴി കാണും. അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ നമ്മളൊരു ബാസ്കറ്റ്ബോൾ കളിക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നു, ഒരു കോച്ച് ഇല്ലാതെ കളിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്കത് നമ്മൾ തന്നെ അങ്ങ് കളിക്കുന്നു. പിന്നെ ആരെങ്കിലോടൊക്കെ നമ്മൾ ചോദിച്ച്, ഒരു സീനിയർ പ്ലെയറിനോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി കളിക്കുന്ന പോലെ അല്ലല്ലോ കോച്ച് ഉണ്ടെങ്കിൽ. അതിൻ്റെ ബേസിക് തൊട്ട്, അയാളുടെ പ്രൊഫഷൻ അത്, അയാൾ ബേസിക് തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം നമുക്ക് നമ്മുടെ ടെക്നിക്കെല്ലാം കറക്റ്റ് ആവും. അപ്പം നമുക്ക് അത് നമ്മളെ മോണിറ്റർ ചെയ്യാൻ ആളുണ്ട്,
നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. പക്ഷെ നമുക്ക് കോച്ചിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് കോച്ചിനെ തിരഞ്ഞെടുക്കാൻ പറ്റും, കോച്ചിന് നമ്മളെ തിരഞ്ഞെടുക്കാൻ പാടാം. ഇപ്പൊ നമ്മളോട് ഒന്ന് വെച്ചാൽ ഫുട്ബോൾ കളി എന്ന് പറയാൻ പറ്റിയില്ല. നമുക്ക് അതല്ല വേണ്ടെങ്കിലോ. അങ്ങനെയും കോച്ചുമാര് ചില കണ്ടെത്തുന്നുണ്ട്. അത് എപ്പോഴും വർക്കൗട്ട് ആണെന്നില്ല. അപ്പം ശിഷ്യൻ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് രീതി. അപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ പന്ത് തട്ടിയാൽ മതിയെങ്കിൽ ചുമ്മാ തട്ടാം, ടെക്നിക്കൊന്നും വേണ്ട. പക്ഷെ അതിനകത്തെ ഒരു കോച്ചിൽ നിന്ന് മനസ്സിലാകുമ്പോഴത്തേക്കേ ഉള്ളൂ അതിൻ്റെ അകത്തെ ഫണ്ടമെന്റൽസ് തൊട്ടെല്ലാം മനസ്സിലായി പഠിച്ച് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്കതിനകത്ത് ഒരു മാസ്റ്റർ ആകാനും പറ്റും. മാത്രമല്ല നമുക്ക് നമ്മുടെ ഒരു ഗെയിം ആണെങ്കിൽ പോലും അതിന്റെ നിലവാരം കൂടില്ല. മറ്റേ നമുക്ക് ആ നിലവാരം കൂടിയ ആൾക്കാരുമായിട്ടൊന്നും നമുക്കൊന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇത് തന്നെയാണ് ബിസിനസ്സിനകത്തെയും ജീവിതത്തിനകത്തെയും എല്ലാ സംഭവം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മെന്റർ അല്ലെ കോച്ചിനെ കണ്ടെത്തുക. ആദ്യം മേഖല കണ്ടെത്തുക, ഏതിനകത്താണ് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് അറിവ് നേടേണ്ടെന്ന് കണ്ടെത്തുക. അതിനുശേഷം അതിനകത്ത് കോച്ചിനെ കണ്ടെത്തുക. നിങ്ങൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മാസ്റ്റർ ആകുക. നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, വീണ്ടും പഠിക്കുക, പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു 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 സീറ്റ് ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ആ മേഖല നിങ്ങൾക്ക് ടോപ്പ് ആകാൻ സാധിക്കും. അത് ഏതാണേലും കുഴപ്പമില്ല. അപ്പൊ ആദ്യം നിങ്ങളിത് തിരഞ്ഞെടുക്കുക എന്താ വേണ്ടെന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ ഫോർ നൗ.